ഇവൾക്ക് ഈ പരീക്ഷ എഴുതണം എന്ന് താല്പര്യം പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് എന്താ തോന്നിയത്? അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെന്നാണ് തോന്നിയത്. അങ്ങനല്ല ഞാൻ ചോദിച്ചാൽ ഇപ്പം അവിടെയൊക്കെ പോയി പഠിക്കുന്നപ്പം ഈ ഒരു പരീക്ഷ കിട്ടാനൊക്കെ ഭയങ്കര പാടില്ല. അപ്പം അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ആൻറ്റിക്ക്? എനിക്കങ്ങനെ ടെൻഷനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാഞ്ഞപ്പം തോന്നി അവളെ കഷ്ടപ്പെട്ടിട്ട് പ്രയോജനമില്ലല്ലോ എന്ന് തോന്നി. എന്നാലും നെക്സ്റ്റ് ടൈം അവളെ എഴുതി പിന്നെ ദൈവം ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഒരു അറ്റംപ്റ്റ് രണ്ടാമത്തെ അറ്റംപ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ വീട്ടുകാർ മുള കെട്ടിക്കണം അങ്ങനെ ഒന്നും കുഴപ്പമൊന്നുമില്ല പറഞ്ഞില്ല. ഡിമോട്ടിവേറ്റ് ചെയ്തൊന്നുമില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു? അത്രയ്ക്ക് ടെൻഷനൊന്നുമില്ല. എവിടെയെങ്കിലും ജോലിക്ക് കയറണം എന്നുണ്ടോ? ഓക്കെ. ആൻറ്റി ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ഐലൻഡ് മുമ്പ് കൂടെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ആണോ? കയറിയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? കയറി ഒരു പ്രാവശ്യം ഇവിടെ വിളിക്കാൻ കയറി വന്നിട്ടുണ്ട്. മാഡം അവിടുത്തെ പ്രധാന ഫാക്കൽറ്റിയൊക്കെയാണ്, പ്രധാന ഫാക്കൽറ്റിയൊക്കെയാണ്. അല്ല, അവൾക്ക് ഇഷ്ടം പൊതുവെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്കൊക്കെ രാവിലെയൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ നല്ല സേഫ്റ്റിയാണ്. പേരൻസിന് അതാണല്ലോ സമാധാനം. പിന്നെ മെയിൻസിന് പോകുമ്പോഴെല്ലാം ഷിനാസ് സാർ അവിടെ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറ് വന്ന കുട്ടികളെല്ലാം സന്തോഷം വിഷ് ചെയ്തൊക്കെ വിടുന്ന നമ്മൾക്കൊരു സന്തോഷമാണ്. ഇന്നലെ തന്നെ ഇവളെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. റിസൾട്ട് നാളെ വരും റീനു, പോസിറ്റീവായാലും നെഗറ്റീവായാലും അതേ രീതിയിൽ തന്നെ എടുക്കണം. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെയൊക്കെ പറയാനാളുള്ളത് തന്നെ സന്തോഷമല്ലേ? അല്ല, അത് ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കുന്നത്. പക്ഷേ അതിൽ വേറെ കാര്യം എന്താ പറയുക, ഞാൻ ഈ പരീക്ഷ എഴുതിയപ്പം ഞാൻ 2 തവണ ഇൻ്റർവ്യൂവിന് പോയത്. അപ്പം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം കിട്ടാത്തവർ, അപ്പം ഞാനെപ്പോഴും പിള്ളേർക്ക് പറയുന്നൊരു കാര്യമാണ്, അപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല സാർ എൻ്റെ വിഷം മനസ്സിലാകത്തില്ല എന്ന്. കാരണം ഞാൻ ഓൾറെഡി ആ വിഷം മനസ്സിലായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ചുറ്റും അങ്ങനെ ആരും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കിട്ടുമ്പോൾ ഒത്തിരി പേര് നമ്മളെ കാണാൻ വരും. എല്ലാവരും ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അവൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും എവിടെ വേണമെങ്കിലും ഇത് പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ. ഇങ്ങനെ ഭയങ്കര പൈസ കാര്യങ്ങളിലൊന്നും നിങ്ങളെ ഫീ ഒന്നും അധികം അങ്ങ് ചോദിക്കാറില്ലല്ലോ. സാധാരണ ഞാൻ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് മെമ്പർഷിപ്പല്ല, നിങ്ങൾക്ക് തോന്നിയെടുത്ത് പോയിരുന്ന് പഠിക്കാനൊക്കെ അവർ സമ്മതിക്കും. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയിരുന്ന് പഠിക്കാം അമ്മ. പഴയ ഡയറക്ടേഴ്സ് റൂമായിരുന്നു ഞാൻ. അല്ല, ആക്ച്വലി നമ്മളിപ്പോൾ റീനു ആയതുകൊണ്ട് മാത്രമല്ല, റീനു വാസ് വെരി ഗുഡ് ഫോർ അസ്. വേറൊരു കാര്യം വെച്ചാൽ റീനു എപ്പോഴും ഓപ്പണായിട്ട് പറയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇപ്പം ഞങ്ങളുടെ മീറ്റിങ്ങിലാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അപ്പോൾ അതിനകത്ത് ഭയങ്കര ഓപ്പണാണ്. പിന്നെ അവൾ പറയുന്നത് എന്ത് പറയാനും അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയും. ശരിക്കും അതൊക്കെ നല്ലതാണ്. നിങ്ങൾക്ക് രീതിയിലാണെങ്കിലും കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. നല്ല പഠിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന തന്നെ ഭയങ്കര ഇത് നല്ലതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് റീനു നമ്മുടെ അവിടെ വന്നതിലും റാങ്ക് കിട്ടിയതിലൊക്കെ.